ദീപേഷ് സാറ്. ആ സാറേ, ഇവരാ മരിച്ചവൻ്റെ ബന്ധുക്കളാ. ആ അതെ, ബൈജു സാറിനെ വിളിക്ക്, IP എടുക്കാൻ പോണ്ടേ? അയ്യോ, വിളിക്കാൻ പറഞ്ഞിരുന്നാ, മറന്നുപോയി. അതെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻക്വസ്റ്റിന് വരുന്നത് SI ബിനോയ് സാറ്. ആൾ എത്തിയിട്ടില്ല, ഇപ്പം എത്തും. പിന്നെ ഇൻക്വസ്റ്റിന് ഫോട്ടോഗ്രാഫർ വേണം, അറേഞ്ച് ചെയ്യട്ടെ? ഓ ആയിക്കോട്ടെ. ഇരിക്കും. ദീപേഷ് സാറ്, എന്താ സാറേ? നമ്മുടെ പവൻ സ്റ്റുഡിയോയിലെ പവൻ ചേട്ടനെ ഒന്ന് വിളിച്ചേക്ക്. ഇൻക്വസ്റ്റ് ഉണ്ട്, ബിനോയ് സാറാണ് വരണമെന്ന് പറഞ്ഞാൽ മതി. ബാക്കി അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഹലോ. അതെ, നീ എപ്പോഴാ വരുന്നത്? 10 മണിക്കും വരുമോ? അത് 10 മണിക്ക് വരാൻ പറ്റില്ല. തുടങ്ങി. നൈറ്റ് GD അല്ലേ? നൈറ്റ് GD കഴിഞ്ഞാൽ 2 മണിക്ക് പോകാവുന്ന നിർദ്ദേശമുണ്ട്. നിർദ്ദേശം? എന്ത് നിർദ്ദേശം? നിന്റെ അമ്മാവന്റെ വീട്ടിൽ നാളെ കല്യാണമാണെന്ന് പറ. നീ എന്താടി മിണ്ടാത്തെ? നിനക്ക് ചോദിക്കാൻ പറ്റില്ല അതല്ലേ? എന്നിട്ട് പറയാൻ നിർദ്ദേശമാണ്. എടി, നിന്നെപ്പോലെ തന്നെ പോലീസിലല്ലേ വടക്കുംപുറത്തെ മീരയും? ആ പെങ്കൊച്ചിന് അത്യാവശ്യത്തിന് ലീവ് ഉണ്ട്, പെർമിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെ എപ്പോ നോക്കിയാലും വീട്ടിലും കാണാം. അതെ, ഈ ലോകത്ത് നീ മാത്രമല്ല ഒരു പോലീസുകാരി, മനസ്സിലായിക്കോ? എന്ന് നോക്കിയാലും കാണാവുന്ന നിയമങ്ങളും പറഞ്ഞോണ്ട്. ആ കുട്ടി സ്പെഷ്യൽ വിങ്ങില. അതിന് എന്തിനും ഒരു ന്യായീകരണം. ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഇനി കല്യാണത്തിന് പോകാൻ ലീവ് കിട്ടില്ലെന്ന് മാത്രം കേൾക്കരുത്, മനസ്സിലായോ? വല്യച്ഛന്റെ ദേവവേച്ചന്റെ വീട്ടിലെ കല്യാണത്തിന് നീ ഇത് തന്നെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ ഏത് അടിയന്തരത്തിനും നിനക്ക് ലീവ് കിട്ടും, പെർമിഷനും കിട്ടും, എല്ലാം കിട്ടും. എന്റെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോൾ മാത്രം ഒരു ഒടുക്കത്ത. എന്ത് പറ്റി വനിതാ സാറേ? ഒന്നുമില്ല. നാളെ ചേട്ടൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണം. ലീവ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ലീവ് കിട്ടില്ലേ? നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവും, ചിലപ്പോൾ ഞായറാഴ്ച അല്ലേ. ആളെ ചോദിച്ചാൽ പ്രശ്നമാവും. ഇവിടെ ആള് കുറവല്ലേ. E14 ആൻസറിങ് SHO പ്രസന്റ്. എന്ത് പണിയാ കാണിച്ച? നേരത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഇനി സാറിന് വായിലിരിക്കണ മുഴുവൻ ഞാൻ കേൾക്കണം. സാറേ, IP. നമസ്കാരം. ഇവരക്കാരാ? ഗുഡ് മോർണിംഗ് സാർ. ആ മരിച്ച പയ്യൻ്റെ ബന്ധുക്കളാ സാർ. സാറിനോടൊന്ന് പറയണേ. സാർ, ബിനോയ് എത്തിയില്ലേ? എത്തിയിട്ടില്ല സാർ, ഇപ്പോൾ എത്തും. നേരത്തെ വരാൻ പറഞ്ഞതല്ലേ? ഒന്ന് എവിടെ തീന്ന് വിളിച്ചു ചോദിച്ചേ. ബിനോയ് സാർ എടുക്കുന്നില്ലല്ലോ. അതെ, ബിനോയ് സാർ എത്തിയില്ല. ഗുഡ് മോർണിംഗ് സാർ. സംഭവം അടിപൊളിയായിരുന്നു. ആ ടൈഗർ കൺട്രോൾ ആൻസറിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ബ്രാവോ 2ഉം ബ്രാവോ 8ഉം ശബരിമല ഡ്യൂട്ടിയാണ്. ബ്രാവോ 1 ലീവാണ്. സാർ, സാട്ട തുടങ്ങി. മിഷൻ ആയിരുന്നു. ഡെൽറ്റ 2 ഓസ്കാർ ഡ്യൂട്ടി ആയിരുന്നു. ബിനോയ് എസ് വന്നില്ലേ? സാർ വന്നു. ഇൻക്വസ്റ്റ് പോരട്ടോ. ആ സാർ എത്തിയിട്ടുണ്ട്. പിന്നെ ഐസക് സാർ വിളിച്ചിരുന്നു. പയ്യൻ്റെ അമ്മോട് പറഞ്ഞിരുന്നോ? അറിയിച്ചിട്ടില്ല സാർ. ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിനൽപ്പം ഫ്രാക്ചർ ഉണ്ടായിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാർ ആരാ കൂടെ വരണേ? സുരേഷ് ഉണ്ട് സാർ, പിന്നെ അജ്മൽ. സാർ E14 ആൻസറിങ് സാർ. ഗുഡ് മോർണിംഗ് സാർ. SHO മാർട്ടിൻ ജോണാണ് സംസാരിക്കുന്നത്. സാർ, ടോട്ടൽ 3 കേസുണ്ട് സാർ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൻ്റെ അടുത്ത് 2 സുമോട്ടോയും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു RTA കേസുണ്ട് സാർ.
ഇടത്തലെ KMA കോളേജിൽ 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അത് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ ബാക്കിലിരുന്ന പയ്യൻ മരിച്ച സംഭവമാണ് സാർ. 304A ആണ് സാർ. ഓവർ സ്പീഡാണെന്ന് കണ്ട ദൃക്സാക്ഷികളുണ്ട് സാർ. 11 MB പറ്റിയും 4 GL സാർ. മൊത്തം 5500 രൂപയാണ് സാർ. മറ്റു വിശേഷങ്ങളൊന്നുമില്ല സാർ. ഗുഡ് ഡേ സാർ. ഈ മരിച്ച പയ്യന് എത്രയാണ് ഏജ്? സാർ അത് 22 വയസ്സ് സാർ. നിങ്ങളുടെ വാറന്റി പെൻഡിങ്ങും സ്റ്റേഷൻ എത്രയാണ്? സാർ വാറണ്ടി പെൻഡിങ് 7ഉം സ്റ്റേഷൻ UI 96ഉം ആണ് സാർ. ഈ സ്റ്റേഷൻ കൂടുതലാണ്. ശരിയായി നടപടിക്കാര്യമല്ല. നെക്സ്റ്റ് ഡേയിൽ കുറഞ്ഞ് കാണും. 14 ക്ലിയർ ആയോ? സാർ ക്ലിയർ ആണ് സാർ. അപ്രകാരം ചെയ്തോളാം സാർ. ഗുഡ് ഡേ സാർ. 18 ടൈഗർ ഫീവർ 90 കൺഫേം സർ. ഡ്യൂട്ടി കാർഡ് സാർ. അത് 3 279 പ്രകാരമാണ് സർ. നാലാമത്തെ കേസ് ഒരു മഹേഷ് എന്ന ഹോസ്റ്റലിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് 3 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ അപകരിച്ചൊരു കേസാണ് സർ. അത് പ്രോപ്പറായിട്ട് നോക്കണം സർ. ഇന്നലെ 12 MB പറ്റി ഉണ്ട് സർ. അത് 3690 4 GL ഉണ്ട് സർ. എന്താ അമ്മേ? ആ മോളെപ്പോഴാ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണേ? ഉച്ചയാവും. കല്യാണ വീട്ടിൽ പോകേണ്ടതല്ലേ മോളെ? ഒന്ന് നേരത്തെ ഇറങ്ങ. കുട്ടികൾ മോള് ചെല്ലുന്നതും കാത്തിരിക്കുകയായിരിക്കും. ദർശേട്ടൻ അമ്മയെ വിളിച്ചോ? ഉവ്വ്, നേരത്തെ ചെല്ലാൻ നിന്നോട് പറയാൻ പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായോ? പുള്ളി പറഞ്ഞ് ഞാൻ അനുസരിക്കില്ല എന്ന് അമ്മയെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇനി ആ സർട്ടിഫിക്കറ്റും വേണം. മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നേരത്തെ ചെല്ലേ. എൻ്റെ അമ്മേ, നൈറ്റ് GD കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് പുള്ളിക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു പെർമിഷൻ ചോദിച്ചാൽ ഐപിയുടെ മുന്നിലേക്ക് ചെന്ന് ഇങ്ങനൊരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നില്ലെന്ന് ചോദിക്കും. ഉറപ്പാ. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഇന്ന് 2 മണി വരെ ഇവിടെ കണ്ടേ പറ്റൂ, ഒരാവശ്യമില്ലെങ്കിലും. അത് ഐപിയുടെ നേരത്തെ ഉള്ള നിർദ്ദേശമാണ്. സത്യത്തിൽ ഈ നൈറ്റ് GD ഉള്ളത് ഒരാശ്വാസം. പകല് കിട്ടുന്ന സമയം കൊണ്ടാണ് വീട്ടിലെ പണിയൊക്കെ തീർക്കുന്ന അമ്മേ. ഹലോ അമ്മേ. ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ ഇനി ഇതൊക്കെ ആലോചിച്ച് BP കൂട്ടണ്ട. അതൊക്കെ അങ്ങനെ കിടക്കും. എനിക്ക് കുറേ എഴുതാനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ആ. ഗുഡ് മോർണിംഗ് സാർ. ഞാനേ സാറിനൊന്ന് കാണട്ടെ. എന്നാ ഇൻക്വസ്റ്റ് ഫോം. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. എന്നാൽ നമുക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ സാർ. അജ്മലേ വേണ്ട. രമേശിനോട് കാർഡ്. തെറ്റില്ലാത്ത കച്ചവടം പോലെ. അയാൾ ആ വണ്ടി വാങ്ങിയ കാലം മുതൽ എനിക്കറിയാം. നമസ്കാരം. മക്കളെ നോക്കുന്ന പോലെയാ പുള്ളി വണ്ടിയെ നോക്കുന്നേ. ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. അറിയൂ, എൻ്റെ അറിവിൽ ഇതൊരു 10-20,000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വണ്ടി പോയിട്ടില്ല. ഒരു 2019 അവസാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിനക്കിത് ലാഭമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മെച്ചമുള്ള കേസാ. നമസ്കാരം വരുന്ന മാഡം. നമസ്കാരം. വനിത സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആ മോട്ടോർ ഒക്കറൻസിൻ്റെ FIR ഇട്ടായിരുന്നോ? ഇല്ല സാർ. എന്താണ് വനിത സാറേ? സമയം കിട്ടണ്ടേ സാറേ? എവിടെ FIR മൊഴി? സോറി സാർ. GD കയറുന്നവർ അതത് കേസിൻ്റെ FIR അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അത് അറിയുന്നവർ പോലും ചെയ്യാറില്ല. ചെയ്തുകൊണ്ടിരുന്ന സാറും മറ്റുള്ളവർക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി. കഷ്ടമുണ്ട് സാർ. അതങ്ങ് തന്നേരെ, ഞാൻ ചെയ്തോളാം. എന്താ ഒരു സാറേ രാവിലെ തന്നെ ഒരുമാതിരി മാണ്ടക്കെട്ടും പരാതിയൊക്കെ. വനിതയുടെ കയ്യിൽ എത്ര ഫയലുണ്ട്? 11. 11? 2 എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ഇന്നോ? ആ, ഇന്ന് തന്നെ. ഇന്ന് പറ്റില്ല സാർ. എന്താ? ഇന്ന് തന്നെ വേണം വനിതേ. സ്റ്റേഷൻ UI കുറയ്ക്കണമെന്ന് ടൈഗറുടെ കർശന നിർദ്ദേശമാണ്. ആ IP അവിടെ ഭയങ്കര ചൂടിലാണ്. ഇന്ന് എത്ര എണ്ണം തീർക്കാം?
അത് ആ ഫ്ലവറി വിൻസെൻറ്റിൻ്റെ 420 അത് തീർക്കാമല്ലോ. അതുപോലെ തന്നെ ആ കൈലാസ് കോളനിയിലെ താടിജയൻ്റെ സിമ്പിൾ ഹട്ട് അത് തീർക്കാൻ എന്താ പ്രശ്നം? പൂണ്ട് കിട്ടിയില്ലേ? ഇല്ല സർ. ആ അത് ഞാൻ വാങ്ങിച്ചു തരാം. റിക്വസ്റ്റ് ചെയ്തിക്കോ. ഈ 2 ഫയൽ എനിക്ക് ഇന്ന് തന്നെ വേണം. കുറവ് ചെയ്യാണ്.